CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പത്തനംതിട്ട ജില്ലാ സമ്മേളനം കോന്നി വാകയാറിലെ യെച്ചൂരി നഗറിൽ തുടരുന്നു. കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയോടെയായിരുന്നു സമ്മേളന നടപടികളുടെ തുടക്കം. 11 ഏരിയ കമ്മിറ്റികൾ പങ്കെടുക്കുന്ന പൊതുചർച്ചയും ഇന്ന് പൂർത്തിയാകും. തുടർന്ന് ജില്ലാ സംസ്ഥാന നേതൃത്വം സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകും. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 1972 കേന്ദ്ര നിയമം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ തടസ്സം നിൽക്കുന്നതായി പ്രമേയം ചൂണ്ടിക്കാട്ടി. പന്നികളെ നിയമഭേദഗതി വരുത്തി ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയർന്നു. മലയോര ജില്ലയായ പത്തനംതിട്ടയിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് വന്യജീവി ആക്രമണം. വിവിധ രാജ്യങ്ങളിൽ വന്യജീവികളെ സർക്കാരിന്റെ ഇടപെടൽ വഴി നിയന്ത്രിക്കാറുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാട്ടുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെയും പ്രമേയത്തിലൂടെ സമ്മേളനം പ്രതിഷേധിച്ചു. സമ്മേളനത്തിന്റെ 3-ാം ദിവസമായ നാളെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കും. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.